കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ നല്ല സമയത്ത് മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ 2024 പുതുവർഷത്തിൻ്റെ പ്രാരംഭത്തിൽ കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഒരുക്കിയ ഈ നല്ല നിമിഷങ്ങൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാരംഭമായി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ദൈവം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും താലന്തുകൾ തന്നിട്ടുണ്ടെങ്കിൽ, കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ, യാതൊരു മടിയും കൂടാതെ നിങ്ങൾ പിന്നിലേക്ക് നിൽക്കാതെ മുന്നിലേക്ക് ഓടി വരുന്ന സമയങ്ങൾ മുഴുവനും ദൈവം നിങ്ങളെ കൈപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ദൈവം കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ താലന്ത്, ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സഭയ്ക്ക് പ്രയോജനകരമാകുന്ന എന്തെങ്കിലും ഒരു താലന്ത്, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പുറകിലിരിക്കരുത്. നിങ്ങൾ ഓരോ ചെയറുകൾ മുന്നിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരണം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മുന്നിലേക്ക് നിങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ വേദപുസ്തകത്തെ തുറക്കാം. ഈ പുതുവർഷത്തിൽ നാം ഇച്ചിരി ഒരു 20 മിനിറ്റ് വിശദമായി കേൾക്കാൻ പോകുന്ന കർത്താവിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ വിനീതമായി ക്ഷണിക്കുന്നു. നമുക്ക് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. കർത്താവായ ദൈവത്തിൽ നാം ആശ്രയിച്ചിട്ട് ദൈവത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനവുമായി പുതുവർഷത്തിൻ്റെ അരുളപ്പാടായി കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞാനൊരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തതിനേക്കാൾ ഉപരി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരാൻ ഒരു ഭക്ഷണം പാകം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇത്രയധികം എൻ്റെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറച്ച ഒരു സമയം ദൈവസന്നിധിയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മുടെ കരങ്ങളിൽ തരുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഈ അരുളപ്പാട് സ്നേഹത്തോടും പൂർണ്ണ ആദരവോടുകൂടെ സ്വീകരിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ ഇത് അക്ഷരം പ്രതി ദൈവം അതുപോലെ നിവർത്തിക്കും. അങ്ങനെ നിവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പക്കലാണ് ദൈവമക്കൾ ഇന്ന് ഈ രാത്രിയിലായിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഭക്തിയോടെ ദൈവത്തെ സേവിച്ചു വരുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. ഈ സംരക്ഷണം ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് സൗജന്യമായി ദൈവം നൽകുന്നതാണ്. 2024 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് നിങ്ങളോട് തരാനുള്ള അരുളപ്പാടെന്ന് പറയുന്നത് 2024 പ്രവേശനത്തിൻ്റെ വർഷമാണ്. ചില പ്രവേശനങ്ങളുടെ വർഷമാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ പുതിയ നന്മകളിലേക്കുള്ള പ്രവേശനം, പുതിയ ഉയർച്ചകളിലേക്കുള്ള പ്രവേശനം, പുതിയ സൗഖ്യത്തിലേക്കുള്ള പ്രവേശനം, പുതിയ വർധനവിലേക്കുള്ള പ്രവേശനം, പുതിയ നിറവിലേക്കുള്ള പ്രവേശനം. ഈ പ്രവേശനങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവത്തെ ഇത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ നിങ്ങളുടെ കരത്തെ ചലിപ്പിച്ച് അധരത്തെ തുറന്ന് ശക്തിയോടെ ദൈവത്തിന് മഹത്വപ്പെടുത്തുക. ഈ 2024 ദൈവമേ, എന്നെ സൗഖ്യത്തിലേക്ക് പ്രവേശിക്കണം, ഉയർച്ചയിലേക്ക് പ്രവേശിക്കണം, വർധനവിലേക്ക് പ്രവേശിക്കണം, നിറവിലേക്ക് പ്രവേശിക്കണം. വറ്റാത്ത ഉറവയായി, കുലുക്കമില്ലാത്ത പാറയായി, ഉയരവും ഉറപ്പുമുള്ള കോട്ടമതിലായിരിക്കുന്ന ദൈവത്തിന്റെ കരം പിടിച്ച് ഈ നന്മകളിലേക്ക് പ്രവേശിപ്പാൻ. ഹല്ലേലൂയ. 2024 ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രവേശനത്തിന്റെ വാതിലാണ്. ഈ സിറ്റി ചർച്ചിനകത്ത് നമുക്ക് പ്രവേശിക്കാൻ ദൈവം ഒരു വാതിൽ തന്നിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ 2023 നോക്കി പകച്ചു നിൽക്കാൻ ദൈവം വിളിക്കുന്നില്ല. പക്ഷെ 2024 സധൈര്യം മുന്നോട്ട് പോകുന്ന ധീരന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളെ സിറ്റി ചർച്ചിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ ആഗ്രഹം എന്ന് പറയുന്നത് സധൈര്യം എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പോരാടാൻ കഴിവുള്ള, ധീരതയുള്ള, പോരാട്ട വീര്യമുള്ള ദൈവമക്കളെ കർത്താവ് 2024 ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ആമേൻ. എൻ്റെ ഉച്ച ശബ്ദത്തിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങളോട് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയട്ടെ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, 2024 നിങ്ങളുടെ ഉയർച്ചയുടെ പ്രവേശന വർഷം, സൗഖ്യത്തിന്റെ പ്രവേശന വർഷം, വർധനവിന്റെ പ്രവേശന വർഷം, നിറവിന്റെ പ്രവേശന വർഷം. ഇത് മനസ്സിലാക്കിയവർ ദൈവത്തെ കരമുയർത്തി ദൈവത്തെ മഹത്വം കൊടുത്താട്ടെ. യെസ്, ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ഈ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഞാൻ കാണണം. അത് ഹൃദയത്തിൽ കണ്ടാൽ പോരാ, മുഖത്ത് കാണണം. അത് മുഖത്ത് കണ്ടാൽ പോരാ, ആ 2 നല്ല ചുണ്ടുകളിൽ കാണണം.
അത് ആ ചുണ്ടുകൾ കണ്ട പോലെ 28 മുതൽ 32 വരുന്ന പള്ളികളിൽ ഇന്ന് രാത്രി എനിക്ക് കാരണം ദൈവത്തിന് മാത്രം കൊടുക്കാം. അപ്പോസ്തലനായ പൗലോസ് ഈ ഭൂമിക്ക് അപ്പുറത്തുള്ള ഒരു കാര്യം ദൈവസഭയെ അറിയിക്കുകയാണ്. ഭൂമിയെ നോക്കിയിരുന്നാൽ ഈ പ്രവേശനവാതിലിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. 2023 ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. കയ്യിൽ സമ്പത്തില്ലെങ്കിലും സമ്പന്നനായ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും, എനിക്കും സൗമ്യയ്ക്കും പറക്കമുറ്റാത്ത 2 കുട്ടികൾക്കും ഇതിന്റെ നടുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ കഴിയും, വിത്തൗട്ട് എനി പെനി God can lead us. ദൈവത്തിന് ഒരു പണമില്ലെങ്കിലും സമ്പന്നനായ ദൈവത്തിന് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നടത്താൻ കഴിയും. പോരാ, വയറ് നിറച്ച് നടത്താൻ കഴിയും. വണ്ടിയിൽ പെട്രോൾ നിർത്താതെ അത് വറ്റിപ്പോകാതെ ദൈവത്തിന് നടത്താൻ കഴിയും. ഒരാവശ്യങ്ങളും മുടക്കം വരുത്താതെ ദൈവത്തിന് നടത്താൻ കഴിയും. എനിക്ക് സന്തോഷം പൊങ്ങുകയാണ്. Because I felt and experienced the hand of God. ദൈവത്തിന്റെ കരം അക്ഷരാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ച വർഷമാണ് 2023. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, what will be the next year? കർത്താവ് പറഞ്ഞു, it will be the open door. ഇത് പ്രവേശനവാതിലാണ്. 2023 പല വെല്ലുവിളികളും പല നികൃഷ്ട സംഭവങ്ങളും ചെവികളിൽ കേൾക്കും. പക്ഷെ ഭൂമിക്ക് പുറത്തുള്ളത് ചിന്തിക്കുന്ന ധീരതയുള്ള ക്രിസ്ത്യാനികളെ, ധീരതയുള്ള ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്നു, അന്വേഷിക്കുന്നു. ഭൂമിക്ക് പുറത്തുള്ള ഒരു വലിയ സംഗതി, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കണം, തിരുസന്നിധിയിൽ നിൽക്കണം. പ്രവേശനം എന്ന് പറയുന്നത് എഫേസ്യ ലേഖനത്തിൽ കർത്താവിന്റെ ദാസന്റെ പ്രധാന ഒരു വിഷയമാണ്. മാത്രമല്ല, പ്രവേശനം എന്തിന്, എങ്ങോട്ട് കയറണം, പ്രവേശനവാതിൽ എന്തിന്, നാം പ്രവേശിച്ച് എവിടെ പോകുന്നു, അതിന്റെ കാര്യമെന്ത്, നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ത് എന്നതിനെ കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കുന്നു. സമയം പോരാ, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന നല്ല ബിരിയാണി വിളമ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കണം. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ബിക്കോസ് വി ആർ ഫോളൻ, നമ്മൾ വീണുപോയവരാണ്. പക്ഷെ വീഴാതെ വണ്ണം വീണുപോയവരെ നിർത്തുന്ന ഒരു രക്ഷകനെ ഭൂമിയിൽ തന്ന ഒരു ദൈവമുണ്ട്. അവന്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർക്ക് പിതാവിന്റെ മുൻപിൽ നിൽക്കുവാൻ അവിടെ നിന്ന് അനുവാദം തന്നിരിക്കുന്നു. മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ട നാൾ മുതൽ അവൻ ആശ്രിതനാണ്. We are dependent upon our own creator. നമ്മൾ ആശ്രിതരും ദൈവം നമ്മുടെ ആശ്രിത പരായണനുമാണ്. അത് പുതിയ വാക്കാണ്, ദൈവം എന്നെ പഠിപ്പിച്ച, വേണമെങ്കിൽ എഴുതി വെച്ചു. ആശ്രിത പരായണൻ കൊള്ളാം എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് വാത്സല്യമുള്ള ഒരു കർത്താവ്. Praise the Lord. എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനുണ്ട്. പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും, മുലയൂട്ടേണ്ട കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും, അന്നത്തിന് വേണ്ടി കരയുന്ന കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞൊരു അരിമനാഥനെ 2024 23 നടത്തിയതുപോലെ തന്നെ ഉറപ്പുള്ളതും കുലുങ്ങാത്തതുമായ പാറയായി ഞാൻ കാണും. നമുക്ക് ആശ്രയം ഉണ്ടാകണം, ദൈവത്തിൽ നമുക്ക് ആശ്രയം വേണം. എന്തുകൊണ്ട്? ഈ ഭൂമി നമ്മുടേതല്ല, ഈ ഉള്ളിലുള്ള ശ്വാസം നമ്മുടേതല്ല, നാം ഇട്ടിരിക്കുന്ന ഒന്നും നമ്മുടേതല്ല, ഈ മാംസം നമ്മുടേതല്ല, ഇതിനുള്ളിൽ തുടിക്കുന്ന ജീവൻ നമ്മുടേതല്ല. ഇതിന്റെ ഒരു ഉടയവനുണ്ട്. ആ ഉടയവനിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നവർക്ക് പ്രവേശന വാതിലുകൾ ദൈവം 24 തുറന്നിടുകയാണ്. നാം ആരെ ആശ്രയിക്കണം? നാം ആശ്രയിക്കേണ്ടത് നമ്മേക്കാൾ ഇരട്ടി മടങ്ങുള്ള ശക്തന്മാരെയാണ്. നമ്മളെക്കാൾ എന്ത് ശക്തന്മാരെയാണ്? സകലത്തിലും ശക്തന്മാരായവരെ ആണ് നാം ആശ്രയിക്കേണ്ടത്. സാമ്പത്തിക വിഷയത്തിൽ നമ്മേക്കാൾ ശക്തനായവനെ നാം ആശ്രയിക്കണം. ഭൗതിക വിഷയത്തിൽ നമ്മേക്കാൾ ശക്തനായവനെ നാം ആശ്രയിക്കണം. ആത്മീയ മേഖലയിൽ നമ്മേക്കാൾ ശക്തനായ ഒരുവനെ നാം ആശ്രയിക്കണം. നമ്മുടെ ഭൗതിക മേഖലകളിൽ, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ ബിസിനസ് മേഖലകളിൽ, നമ്മുടെ അടുക്കള ഭരണത്തിൽ, നമ്മുടെ വീടിന്റെ ഭവനത്തിൽ, എല്ലാ മേഖലകളിലും, സകല മേഖലകളിലും നമ്മളെക്കാൾ ശക്തനായ ഒരുവനെ നാം ആശ്രയിക്കണം. ആ ശക്തനായവനെ ആശ്രയിക്കുമ്പോൾ നമുക്ക് പിന്തുണയുണ്ടാകും, നമുക്ക് മാർഗനിർദ്ദേശം ലഭിക്കും, നമുക്ക് സഹായമുണ്ടാകും, നമുക്ക് പരിചരണം ഉണ്ടാകും. വേഗത്തിൽ നിർത്തട്ടെ. ആശ്രയം എന്തിനാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭൂമി നമ്മുടേതല്ല, ഈ പാരി നമ്മുടേതല്ല, നാം പരദേശികളാണ്. വി ആർ ഏലിയൻസ്. ഈ ആശ്രയം എന്തിന്? നമുക്ക് വഴി കാണിക്കാൻ, പ്രയാസം നിറഞ്ഞ മേഖലകളിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ ലക്ഷ്യസ്ഥാനം നമുക്ക് കണ്ടെത്താൻ, വെല്ലുവിളികളെ മറികടക്കാൻ ശക്തിയും പ്രത്യാശ
പ്രത്യാശയും നിറയ്ക്കുവാൻ നമുക്കൊരാശ്രയം ആവശ്യമാണ്. 2024 the Lord will be a good father to us. അവിടുന്ന് നമുക്ക് നല്ലൊരു പിതാവായിരിക്കും. അവിടുന്ന് നമ്മുടെ കരം പിടിക്കും. തുറക്കാത്ത ചില വാതിലുകളെ അവിടുന്ന് തുറന്നിടും. ചില പ്രവേശനങ്ങളെ അവിടുന്ന് തുറന്നിടും. It will be a great access. It will be a great access. It will be a new opening for us. യേശുവിന്റെ നാമത്തിൽ എഫെസ്യരിൽ അദ്ദേഹം പറയുന്നു, ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെട്ട നാം ക്രിസ്തുവിന്റെ അവകാശങ്ങളിൽ പങ്കാളികളാകണം. വേഗത്തിൽ എന്നോട് സഹായിക്കാമോ? സംഖ്യാപുസ്തകം 32:7-10 അവിടെ പറഞ്ഞിരിക്കുന്നു. സംഖ്യാപുസ്തകത്തിലല്ല, എഫെസ്യർ ലേഖനം 3:12 പറഞ്ഞിരിക്കുന്നു, നാം ധൈര്യത്തോടുകൂടെ പ്രവേശിക്കണം. അപ്പൊ നാം ധൈര്യത്തോടുകൂടെ 2024 പ്രവേശിക്കണമെന്ന് പറയുമ്പോൾ നമ്മെ അധൈര്യപ്പെടുത്തുന്ന എന്തൊക്കെയോ സംഗതികൾ ഇവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പൊ ആ അധൈര്യപ്പെടുത്തുന്ന സംഗതികൾ എന്തൊക്കെയാണ്? അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ ഭാഗത്ത് ആയിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 32:7-10 വരെ വായിക്കേണ്ട അതിൻ്റെ കണ്ടന്റ് മാത്രം ഞാൻ പറഞ്ഞു പോകാം. അവിടെ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് മുൻപായിട്ട് ദേശം എന്ന ദൈവമക്കളുടെ അവകാശത്തിലേക്ക് യാത്രയാകുന്നതിന് മുൻപ്, ദേശം എന്ന് പറയുന്ന ദൈവമക്കളുടെ അവകാശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് ധൈര്യത്തെ തടുത്തു കളയുന്ന, അധൈര്യപ്പെടുത്തുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ നാം അവിടെ കാണുകയാണ്. ഒന്ന് വേഗത്തിൽ വായിച്ചു. യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശം അത് നമ്മുടെ അവകാശമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് നമ്മുടെ ഓപ്പൺ ഡോർ ആണ്. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഉറപ്പ്, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ദാറ്റ് ഈസ് ദ ഓപ്പൺ ഡോർ ഫോർ അവർ ലിവിങ്. നമ്മുടെ ജീവിതത്തിലേക്ക്, സുഗമമായ ജീവിതത്തിലേക്കുള്ള ദൈവത്തിന്റെ ഓപ്പൺ ഡോർസ് ആണ് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ദേശങ്ങൾ, possessions, assets. Those are the open doors. അത് നമ്മുടെ ഓപ്പൺ ഡോർസ് ആണ്. ദൈവം നമുക്ക് അവകാശമായി ഒരുക്കിയിരിക്കുന്ന ദേശത്തേക്ക് നോക്കൂ. അവർ കടക്കാതിരിക്കാൻ നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്ത്? മോശം ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്ത്? ഇന്ന് ഈ രാത്രി 2024 നിങ്ങൾ ധൈര്യപ്പെട്ടുകൊണ്ട് 24 സ്വീകരിക്കൂ. ഇത് പ്രവേശനങ്ങളുടെ വർഷം തന്നെ എന്ന് പറയുമ്പോൾ ശത്രുവായ പിശാചിൽ നിന്നും അവന്റെ കൂട്ടാളികളിൽ നിന്നും നിങ്ങളെ അധൈര്യപ്പെടുത്തുന്ന ശ്രുതികൾ നിങ്ങൾ കേട്ടെന്ന് വരാം. പക്ഷേ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന നാഥന്റെ മുഖത്തേക്ക് നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ കണ്ണുകളെ ഉറപ്പിക്കണം. നിങ്ങൾ ദൈവവചനത്തിലേക്ക് നിങ്ങൾ ചേർന്ന് വരണം. നിങ്ങൾ ചേർന്ന് കർത്താവിനോട് നടക്കണം. അധൈര്യപ്പെടുത്തുന്ന വാക്കുകളെ നിങ്ങൾക്ക് വിട എന്ന് പറയുവാൻ ദൈവമക്കൾക്ക് ധൈര്യം ഉണ്ടാകണം. ആവർത്തന പുസ്തകം 20:8 ലാസ്റ്റ്. ആവർത്തന പുസ്തകം 20:8 ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് 20:8 ഒരു വലിയ യുദ്ധത്തിന് പോവുകയാണ്. നിങ്ങൾക്കറിയാലോ ദൈവമക്കളെ, നമ്മൾ വലിയൊരു യുദ്ധത്തിലാണ്, പോരാട്ടത്തിലാണ്. മനുഷ്യനോടുള്ള യുദ്ധമല്ല. നമ്മുടെ ജീവിതത്തിലെ ആത്മീക ഭൗതിക നന്മകളെ കടയോടെ ആർത്തെടുവാൻ ശത്രുവായ പിശാച് തലങ്ങും വിലങ്ങും ലഗ്യോനായിട്ട് നമുക്കെതിരെ പടപൊരുതി ചീറി ആളും വരികയും പാളും പരിവാരങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം ശരീരത്തെ പ്രസാദിപ്പിക്കണമോ, ആത്മമനുഷ്യനെ പ്രസാദിപ്പിക്കണമോ? ശരീരത്തെ പ്രസാദിപ്പിക്കണമോ, ആത്മമനുഷ്യനെ പ്രസാദിപ്പിക്കണമോ? ഇത് വലിയൊരു യുദ്ധമാണ്, അനുദിനമുള്ള യുദ്ധം. ഈ പോരാട്ടത്തിൽ അധൈര്യപ്പെടാൻ പാടില്ല, ധൈര്യപ്പെടണം. പക്ഷെ അവിടെ ഒരു അക്ഷരാർത്ഥത്തിലുള്ള ഒരു യുദ്ധം നടക്കുകയാണ്. ഓക്കെ, ഈ യുദ്ധത്തിൽ പുറപ്പെടുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഭയമോ അധൈര്യമോ ഉണ്ടെങ്കിൽ നോക്കൂ. അവൻ തന്റെ ഹൃദയം പോലെ തന്റെ സ്വന്തം സഹോദരനും അവന്റെ അധൈര്യപ്പെട്ട ഹൃദയത്തെ പകർന്നു കൊടുക്കാതിരിക്കേണ്ടതിന് അവൻ എവിടെ പോണം? വീട്ടിൽ പോ. ദൈവമക്കളുടെ വീട് ഏതാണ്? പെരുകാവ് ഞാൻ താമസിക്കുന്ന റെന്റ് ഹൗസ് അല്ല ദൈവമക്കളുടെ വീട്. ഭൂമിയിലാക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളുടെ വീട് എന്ന് പറയുന്നത് സഭയാണ്. First, our house is our church. നിങ്ങൾ വീട്ടിൽ അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചാൽ, സഭയിൽ അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചാൽ, നിങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഏറ്റവും കൂടുതൽ പ്രസന്റ് ഡേയ്സ് മാർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കെട്ടിടമായിരിക്കുമോ ദൈവസഭയായിരിക്കുമോ? മനസ്സിലായില്ല? സഭയിൽ ഞാൻ വരുന്നതിന് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ 1 വർഷം കരുതുന്നു വയ്ക്കുക. എൻ്റെ വീട്ടിൽ ഞാൻ ആയിരിക്കുന്ന ദിവസങ്ങൾക്ക് വേണ്ടി ഒരു വർഷം കൂടി ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ കരുതുന്നു വയ്ക്കുക. ഞാൻ രണ്ടും മാർക്ക് ചെയ്ത് തുടങ്ങിയാൽ
എൻ്റെ ജീവിതം ഞാൻ പരിശോധിക്കുമ്പോൾ, കർത്താവിന്റെ പ്രാരംഭത്തിൽ ഓർമ്മിച്ച പോലെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ എൻ്റെ അറ്റൻഡൻസ് മാർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വസിക്കുന്ന വീട്ടിലായിരിക്കുമോ, ദൈവം വസിക്കുന്ന ദൈവാലയത്തിലായിരിക്കുമോ? വീട്ടിൽ ചെല്ലാൻ പറഞ്ഞ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഈ ധൈര്യം കെട്ടവൻ വീട്ടിൽ വന്ന് ധൈര്യം വീണ്ടും പ്രാപിച്ചിട്ട് വേണം പടക്കൂട്ടത്തിൽ ചെല്ലാൻ. ഇല്ലെങ്കിൽ ധൈര്യമുള്ളവൻ്റെ ധൈര്യം കൂടെ അവൻ എടുത്തു കളയും. അപ്പോൾ 2024 നാം ആരുടെ കൂടെ നടക്കും? അപ്പൊ നമ്മൾ ധൈര്യം ഇല്ലാത്തവന്റെ കൂടെ നടക്കൂല എന്ന് പറയാനല്ല വിളിച്ചത്. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. ധീരന്മാരെ ദൈവം ആഗ്രഹിക്കുന്നു, ധൈര്യമില്ലാത്തവനെ ചേർത്ത് പിടിച്ച് ധൈര്യം പകർന്നു കൊടുക്കുന്നവർ. How about that? അതല്ലേ നമുക്ക് വേണ്ടത്. ഞാൻ നിർത്തട്ടെ. അധൈര്യപ്പെടുത്തുന്ന സംഗതികളും അധൈര്യപ്പെടുത്തുന്ന ശ്രുതികളും അധൈര്യപ്പെടുത്തുന്ന സംവിധാനങ്ങൾ മുഴുവനും 2024 നമ്മുടെ ജീവിതത്തിൽ കൊടി ഉയർത്തും പോലെ ഉയർത്തി കാണിക്കും. നമ്മളത് കാണൂല. 5 അടി 5 പൊക്കമുള്ള ഒരു മനുഷ്യൻ ഉയർത്തി കാണിക്കുന്ന കൊടിയേക്കാൾ, ഈ ആകാശ സീമകളെക്കാൾ, നക്ഷത്രവാന ചന്ദ്രഗോളാദികളെക്കാൾ, ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും കാൾ ഉയർന്നു നിൽക്കുന്ന രക്ഷാനാമമായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. And I will embrace this 2024 as an opening door for my life. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശനങ്ങളുടെ വാതിലായി 2024 ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊള്ളുന്നു. ദൈവധാരണ.